ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നമ്മൾ ആ എണ്ണയിലിട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചിക്കൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു വെള്ള നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ചിക്കൻ നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3/4 വേവാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഒരു 3/4 വേവായതിന് ശേഷം നമുക്കൊരു 2 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി വീണ്ടും അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല രുചികരവും എളുപ്പത്തിൽ നമുക്ക് അധികം ഉള്ളിയൊന്നും വഴറ്റാതെ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെയും പൊളിക്കൂട്ടോ. ഇതുപോലെ ഒന്ന് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ തയ്യാറാക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് ഫോർ വാച്ചിങ്.